ശത്രുബാധയിലെ അല്ലെങ്കിൽ ബാധാമൂർത്തികളിലെ വില്ലന്മാർ അത് ശക്തമായിരിക്കുന്ന അഭിചാര പ്രവൃത്തികളിലെ ആ പ്രവൃത്തികളിൽ കൂടി വരുന്നതായ മൂർത്തികൾ അത് ശക്തന്മാരിൽ ശക്തനായിരിക്കുന്നതായ മൂർത്തികൾ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം ഒരുപോലെയാണ് എന്നെങ്കിൽ തന്നെ പ്രത്യേക ചാത്തൻ, കരിങ്കുട്ടി, ചുടുകാട്ടുപുളിയൻ, പിന്നെ ചുടലഭദ്രകാളി, മാരണജിന്ന്, ചേക്കുട്ടുപ്പാവ ഇത്യാദി മൂർത്തികളൊക്കെ ശക്തരിൽ ശക്തന്മാർ തന്നെയാണ്. അവരൊക്കെ ബാധയായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നശിപ്പിച്ചേ പോകുള്ളൂ. അപ്പം ചിലവർ ഇതിനൊക്കെ വെച്ച് പൂജിക്കുന്നവരുണ്ടാകും. വെച്ച് പൂജിക്കുന്നവർ ഇപ്പോൾ ഞാൻ പറഞ്ഞ മൂർത്തികളിലൊക്കെ ഒരുവിധം അതിൽ ചേക്കുട്ടുപ്പാവ് അല്ലെങ്കിൽ ജിന്ന് ഇവരൊക്കെയാണ് പ്രത്യേകിച്ച് എല്ലാവരും അത് പൂജിക്കാത്തത്. വളരെ കുറച്ച് ആളുകൾ മാത്രം പൂജിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുക. അപ്പം എങ്കിലും ചില ആളുകൾക്കൊക്കെ ഈ ഉപാസിക്കുന്ന മൂർത്തികളിൽ തന്നെ ചില നക്ഷത്രക്കാർ അല്ലെങ്കിൽ ചില വ്യക്തികൾ ആ വ്യക്തിത്വം ഭയങ്കരമായിരിക്കും. അവർ കർമ്മങ്ങളൊന്നും ചെയ്യണ്ട, പ്രത്യേകിച്ചൊന്നും അവർ കൊടുക്കണ്ട, എങ്കിൽ തന്നെ അവരുടെ ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടടക്കം ചെന്നിട്ടാണ് അവിടെ ഉപദ്രവിക്കുക. അപ്പം ആ വ്യക്തികൾക്ക് മറ്റു വേറെ ഏതെങ്കിലും കക്ഷിക്കാരായിട്ട് മറ്റുള്ള വ്യക്തികളായിട്ട് ചിലപ്പോൾ ചില ഇടപാടുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വഴക്കുകളൊക്കെ നടക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയൽക്കാർ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അത് ഇവർ കൊടുത്തത് അങ്ങോട്ട് കൊടുത്തത് ശരിയായില്ല, ഇങ്ങോട്ട് കൊടുത്തത് ശരിയായില്ല, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ അതിര് അവർ കയറ്റി കെട്ടി അല്ലെങ്കിൽ ഇറക്കി കെട്ടി അല്ലെങ്കിൽ മണ്ണൊക്കെ മാന്തിയെടുത്തു. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളതായ കാര്യങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ കൂടി അത് മേടിച്ച പൈസ തിരിച്ചു കൊടുത്തു എന്ന് വാങ്ങിയാളും കിട്ടിയിട്ടില്ല എന്ന് കൊടുത്താളും അങ്ങനെ വാഗ്വാദം വരുമ്പോൾ അവസാനം അത് വലിയൊരു വിഷയത്തിലേക്ക് വരിക. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചിട്ട് ഇരുത്തുവോ അല്ലെങ്കിൽ ഇരിക്കുവോ എന്നുള്ളതായൊരു വെല്ലുവിളിയും ഇവരുടെ വകയുണ്ടായിരിക്കും. അപ്പം അത് നേരിട്ട് ചെന്ന് ചോദിക്കാൻ പറ്റും, നേരിട്ട് ചെന്ന് ചോദിക്കും. അല്ല കേസ് സ്റ്റേഷൻ മുഖാന്തരാണെങ്കിലേ അങ്ങനെ കൊടുക്കും. അതുമല്ലാത്തവരാണെങ്കിൽ എളുപ്പപ്പണി ഇപ്രകാരം മൂർത്തികൾ വെച്ച് ആരാധിക്കുന്ന ആളുകളായാലും അതല്ലാത്ത വ്യക്തികളായാലും ശരി, ഈ ചാത്തന്മാര് അല്ലെങ്കിൽ ചൊവ്വ ഞാൻ പറഞ്ഞ പോലുള്ളതായ സ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് കർമ്മങ്ങൾ ചെയ്ത് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ശത്രു ഭയങ്കരമായിട്ടാണ് അവരെ ശത്രുബാധ വീട്ടിലേക്ക് ചെല്ലുക. അപ്പം അത് പ്രവൃത്തിയിൽ കൂടി വരുന്നതുണ്ട്, ഇത്തരം പ്രാർത്ഥനയിൽ കൂടി വരുന്നുണ്ട്. അപ്പം എന്ത് തന്നെയായാലും ഈ ബാധാമൂർത്തികളെ ആവാഹിക്കുന്ന സമയത്ത് പലപ്പോഴും അത് ചിലപ്പോൾ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഒക്കെ ആവാഹിക്കുന്നത് പലർക്കും കാണാറുണ്ട്. അപ്പം അത് അവര് വില്ലൻ എന്ന് പറഞ്ഞ വില്ലൻ തന്നെയാ ചാത്തനെ പെട്ടെന്നൊന്നും കുടുക്കാനായിട്ട് കഴിയില്ല, പെട്ടെന്ന് ആളിനെ പിടിക്കാനായിട്ട് കഴിയില്ല. അത് 4 മൂലയും മടക്കി ഈ മയിലാട്ടക്കാരെ പോലെ എല്ലാ ഓട്ടകളും അടച്ച് അവസാനം പിടിച്ച് അങ്ങനെ കൊണ്ടുവരണം ഓടിപ്പിച്ചിട്ട്. അപ്പം അതേപോലെ തന്നെയാണ്. അപ്പം ചാത്തൻ്റെ കാര്യം പറഞ്ഞത് പെട്ടെന്ന് ആർക്കും അവിടെ ചെന്ന് കയറാൻ പറ്റുന്ന ഒരാളില്ല. അതേപോലെ തന്നെ ചുടലഭദ്രകാളി, പിന്നെയോ മൃത്യുപുളിയൻ, അങ്ങനെ ചുടുകാട്ടുപുളി എന്ന് പറയുന്നത്. അപ്പം ഇവരൊക്കെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ദുരിതങ്ങൾ കാണിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഉപദ്രവങ്ങൾ അവിടെ കാണിച്ചിട്ടാണ് അവർ വിട്ടുമാറുള്ളൂ. ഇനിയിപ്പോൾ ദോഷങ്ങൾ വന്നെന്ന് വിചാരിക്കുക, ആ ദോഷങ്ങൾ വന്നാലും അവരത് ഉപദ്രവിച്ചു അങ്ങനെ പിടുത്തമിട്ട് പോകില്ല. അത് അവരുടെ ശരീരത്തോടു കൂടി കുടുംബത്തോടു കൂടിയിട്ടാണ് അവിടെ നിലകൊള്ളും. അവരതിനെ നോക്കിയറിഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ പിടുത്തമിട്ട് പോവുക. അപ്പം ബാധാമൂർത്തികളെ സംബന്ധിച്ച് അത് വ്യക്തികളിൽ ശരിക്കും അത് അവിടെ പിടിച്ചിരിക്കും. അത് എത്ര കാലം കഴിഞ്ഞാലും ഇനി മരണപ്പെട്ടു പോയാൽ തന്നെ ഈ ബോഡിയിൽ നിന്ന് ആ സംഗതികൾ വിട്ടുമാറില്ല. അപ്പം ഏതെങ്കിലും കാരണവശാൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പിതാവിന് അനിഷ്ട അല്ലെങ്കിൽ എന്നോ അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴും അവർ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുക, ഇതിനെപ്പറ്റി കർമ്മങ്ങൾ ചെയ്യാം. അപ്പോൾ പല സ്ഥലത്തും അതേപോലെ തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്.
അപ്പൊ ഈ ബാധാദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ചാത്തന്റെ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അത് ശക്തമായിരിക്കുന്ന തലവേദന, ശരീരത്തിലൊക്കെ ജോയിന്റിനൊക്കെ വേദനകൾ വരിക, അതേപോലെ തന്നെ ശരീരം തളർന്നു പോവുക, അമിതമായിട്ട് ഛർദ്ദിക്കാൻ വരിക, എന്നാൽ ഛർദ്ദിയില്ല, അതുപോലെ കൈക്കാലിലൊക്കെ തളർന്ന് അല്ലെങ്കിൽ തളർച്ചയോടുകൂടി അല്ലെങ്കിൽ വേദനയോടുകൂടി ഇരുന്ന സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ വാതരോഗം വന്നാൽ വരുന്നതാണ്. അത് വാതരോഗം വരാനായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ചാത്തന്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, ചാത്തൻ്റെതായ ദുരിതങ്ങളാണ് വെച്ചെങ്കിൽ ശനി അല്ലെങ്കിൽ അവരുടേതായ ദോഷങ്ങള് വാതരോഗം പോലുള്ള സംഗതികളൊക്കെ കാണിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് വഴക്കുകൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ തമ്മിൽ അടിയും പിടിയും വീടൊക്കെ വിട്ട് ഇറങ്ങി പോണ്ടി വരും. അപ്പൊ അതേപോലെ തന്നെ ചൊവ്വയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ കാളിക്കാണെങ്കിൽ, അപ്പൊ കാളിക്കാണെങ്കിൽ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്തമൊക്കെ വരിക, രക്തം വായക്കൂടിയും മലത്തിലും മൂത്രത്തിലും ഒക്കെ രക്തം വരിക. അപ്പൊ ഇതിനെ മെഡിക്കൽ സയൻസിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ പറയാനുണ്ടാവും കേട്ടോ, അത് ഞാൻ അല്ലാന്ന് പറയില്ല. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അനുഭവിക്കുന്നതായ കഷ്ടങ്ങളാണ്. അപ്പൊ ആ വീടിന്റെ സമനില തന്നെ തെറ്റും, വീടിന്റെ ആ ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പൊ ചിലവര് വരുമ്പോ എന്ന് പറഞ്ഞാലേ ചില ബാധാദോഷങ്ങളും മൂർത്തികൾ വരുന്നുണ്ടെങ്കിൽ നോർമൽ അവസ്ഥയിൽ അവർക്കില്ല വരിക. അപ്പൊ അത് അവരെ നശിപ്പിക്കണം എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടി തന്നെ വരിക. അപ്പൊ ഇങ്ങനെ ആ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് ചിലവര് അത് രോഗാണ് എന്നുള്ള ആ ഒരു ഇതില് അങ്ങനെ കൊണ്ടു നടക്കും. ചിലവർ വിചാരിക്കും എന്താ എനിക്കിങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ, എന്താ ഇങ്ങനെ വരണ്ടായിട്ടുള്ളത്, അങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. ആലോചിച്ച് അവർക്ക് വേണ്ടുന്ന ആളുകൾക്കൊക്കെ വിവരം അറിയിക്കും, ഇന്നമാരുണ്ട്. അപ്പൊ ചിലവർ പറയും അങ്ങനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അതെനിക്ക് തോന്നണതാ, ചാത്തനുമില്ല, ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയണതാ എന്ന് പറഞ്ഞിട്ട് തള്ളിവിടുന്നവരുണ്ട്. പക്ഷെ അനുഭവിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് കർമ്മങ്ങൾ മുഖാന്തരം വേർപാട് ചെയ്യുന്നത് വരെ അദ്ദേഹം അവിടുന്ന് വിട്ടുപോകില്ല. അപ്പൊ അദ്ദേഹത്തിനെ കളിയാക്കിയാലും ഇത് തന്നെയാണ് ദുരിതം ഉണ്ടാവുക. അതിപ്പോ നീചഭദ്രകാളി എന്ന് പറയാവുന്ന ചിറക്കൽ ചുവ പോലുള്ളതായ പാലികരത്ത് നിന്ന് വന്നിട്ടുള്ളതായ ദേവതന്മാര്, അമ്മേനെ കുറ്റം പറയല്ലാട്ടാ. അപ്പൊ നീചഭദ്രകാളി, നീചനോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നതായ കാളികളും അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന ഒരു ഇതിലായിരിക്കും, നല്ല പവർഫുള്ളായിരിക്കും. അപ്പൊ ആ ശത്രുദോഷങ്ങളോ കർമ്മതടസ്സങ്ങളോ ഒക്കെ വരുമ്പോ അതിനെ നോക്കിയാൽ കാണാം ഭാഗസ്ഥാനത്ത് ചിലപ്പോൾ മിക്കവാറും നിൽക്കുക ചാത്തൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കരിങ്കുട്ടി പോലുള്ളതായ ദേവതകള്. അപ്പൊ അതിനെ ദോഷങ്ങളോ ദുരിതങ്ങളോ അതികഷ്ടങ്ങളോ വീട്ടിലെ പ്രശ്നങ്ങളോ വഴക്കുകളോ വീട് വിട്ട് ഇറങ്ങിപ്പോണ്ട അവസ്ഥ വരൂ, അല്ലെങ്കിൽ കയറെടുത്ത് തൂങ്ങാൻ പോകുന്ന അങ്ങനത്തെ ചില ഘട്ടങ്ങള്, ആ ഘട്ടങ്ങളൊക്കെ വരുമ്പോ അവരുടെ വീട്ടുകാര് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മകനെ അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ അനിയനെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ കാര്യം ഇപ്പോൾ അവിടെ പറയണ്ട, ഇവരുടെ വീട്ടിലത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഇത്തരം ദുരിതങ്ങൾ വരാൻ കാരണം, ആ കാരണത്തിനെ പറ്റി അന്വേഷിക്കുമ്പോഴോ ചിലപ്പോൾ വീട്ടിലേക്ക് ദുരിതങ്ങൾ വന്ന് കയറിയിട്ടുണ്ട്, അതിവരറിയില്ല. അപ്പൊ അത്തരം ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അത് വളരെയധികം ഒരു ഒരു എന്താ പറയുക, തീർത്താൽ തീരാത്ത പോലെയൊക്കെയാവും ചിലപ്പോൾ കിട്ടുക. ചിലവർക്കൊക്കെ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ആവാഹിച്ച പെട്ടെന്ന് കിട്ടും, ചിലവർക്ക് 1, 2, 3 തവണ ആവാഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരം ബാധാദോഷങ്ങളോ മൂർത്തികളൊക്കെ വന്നു കഴിഞ്ഞാല് അതിനെ നോക്കിയറിയാം. എന്തെങ്കിലും പന്തിയല്ലായ്മ കണ്ടു കഴിഞ്ഞാൽ നോക്കിയറിയാം. ആ നോക്കിയറിഞ്ഞതിന് ശേഷം അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ നിൽക്കുന്ന മൂർത്തികള്, ചാത്തനുണ്ടോ, ചൊവ്വയുണ്ടോ, കാളിയുണ്ടോ, കരിങ്കുട്ടിയുണ്ടോ, സർപ്പങ്ങളുണ്ടോ, അല്ലെങ്കിൽ പ്രേത സാന്നിധ്യങ്ങളുണ്ടോ എന്നുള്ളത് ആദ്യം കൃത്യമായിട്ട് തിരിച്ചറിയണം. ബാധാദോഷത്തിൽ നിൽക്കുന്ന ആളുകൾ ഇന്നത്, ഇനി അവിടുന്ന് വന്നതും അതേപോലെ തന്നെ ആ വന്നതായിരിക്കുന്നതായ മൂർത്തികളെന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇന്ന കാര്യങ്ങൾ, ഇത്ര മൂർത്തികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത്. അപ്പൊ അതിന് ഇന്ന തരത്തില് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് കഴിഞ്ഞാലെല്ലാം വിട്ടുപോകും എന്നുള്ളത് കൂടി കാണിക്കും.
അപ്പൊ അതറിഞ്ഞ് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ബാധാദോഷങ്ങളെ അല്ലെങ്കിൽ അതിനോട് ഉൾപ്പെട്ടിരിക്കുന്നതായ പ്രേതദോഷങ്ങളെ അല്ലെങ്കിൽ സർപ്പദോഷങ്ങളെ എല്ലാം കൂടി അതിന്റെ കർമ്മത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്ത് അതിനെ ആവാഹിച്ച് ബന്ധിക്കണം. എന്നിട്ട് ഓരോരോ ക്ഷേത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അത് സർപ്പത്തിന്റെ ആണെങ്കിൽ സർപ്പക്കാവില്, സർപ്പത്തിന്റെ ദോഷമാണെങ്കിൽ ആ ദോഷത്തിനെ സർപ്പപ്രതിമ, പുറ്റ്, മുട്ട എന്നിവയിലേക്ക് ദോഷങ്ങൾ ആവാഹിച്ച് അതിനെ സർപ്പക്കാവിൽ സമർപ്പിക്കുക. പ്രേതദോഷങ്ങളാണ് കൂടുതലും ഉള്ളത് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ പ്രേതദോഷങ്ങളുടെ സാന്നിധ്യം ഉണ്ട് വെച്ചെങ്കിൽ, ഇപ്പൊ നാളെ കർമ്മം ചെയ്യാനായിട്ട് ഉള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേണം അവരിയ്ക്കാനായിട്ട്. അവർക്ക് പറ്റിയില്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ. അപ്പോൾ കർമ്മത്തിന് വന്നിരിക്കുന്നതായ ആ മൂർത്തികൾ, കർമ്മത്തിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്ന ആ മൂർത്തികൾക്ക്, ആ മൂർത്തികളെന്നെ നമുക്ക് നീക്കം ചെയ്യാനോ ചിലപ്പോൾ പറ്റാത്തതായിട്ടുള്ള അവസ്ഥകൾ വരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കൃത്യതയോട് കൂടിയിട്ട്, അതായത് എന്ത് കർമ്മം ചെയ്താലും ഗുരുമുത്തച്ഛനും അതേപോലെ തന്നെ മറ്റ് പ്രേതാദികളും അടക്കമുള്ളവര് അവരും കൂടി സന്തോഷിക്കുമ്പോഴാണ് കുടുംബം നാലാമെടുത്ത ദുരിതങ്ങളൊക്കെ തീർന്ന് നല്ലതായിട്ട് വരിക. ഇനി പ്രേതദോഷങ്ങൾ ഉപദ്രവസ്ഥാനത്തുള്ളതാണെങ്കിൽ അപ്പൊ അതിനെ പ്രതിമേരിക്ക് ആവാഹിച്ച് തിരുനാവായ, പഞ്ചവടി, ഗയ, ആലുവ ഇങ്ങനെയുള്ളതായ ഭാഗങ്ങളിലെ ഇതിനെ പ്രേതകർമ്മങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രേതകർമ്മം ചെയ്യുമ്പോൾ ആ തിലഹോമം, ക്ഷേത്രപിണ്ഡം, സായുജ്യം ഇത്യാദികളൊക്കെ കഴിച്ച് ആത്മാവിന് മോക്ഷം കൊടുക്കുക എന്നുള്ളൊരു സംഭവം അങ്ങനൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുക. അപ്പൊ വീണ്ടും ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ ചാത്തന്റെ അതിൽക്ക് ദോഷങ്ങൾ ഉണ്ടാവും എന്ന് പറയാം. മിക്കവാറും ഉണ്ടാവില്ല. 1-2 തവണ ആവാഹിച്ചു കഴിഞ്ഞാൽ അതിൽ വീഴും, പിന്നെ അത് ഇണങ്ങില്ല. അപ്പൊ ചാത്തൻ ഈ പറഞ്ഞിരിക്കുന്ന മൂർത്തികള് അതിപ്പോ അതേപോലെ തന്നെയാണ് കരിങ്കാളി ഉഗ്രമൂർത്തി തന്നെ, ചൊവ്വ, ഇവരൊക്കെ ഉഗ്രമൂർത്തികളിൽ വരുന്നതാണ്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ദുരിതങ്ങളും നാശനഷ്ടങ്ങളും വരുത്തിയിട്ട് അവർ പോകുള്ളൂ. ചാത്തനെ പോലല്ല. എങ്കിലും ആ ലിസ്റ്റില് പെട്ടിരിക്കുന്ന ഇത്തരം മൂർത്തികള് അവര് വളരെയധികം ഉപദ്രവങ്ങളാണ് ഉണ്ടാക്കുക. അത് വന്നു കഴിഞ്ഞാൽ വെറുതെ അവർ തിരിച്ചു പോരില്ല. ഒന്നുകിൽ ആളേനെ അല്ലെങ്കിൽ ആളിനെ അതേ തരത്തിൽ അവശനാക്കി കൊണ്ടായിരിക്കും വരിക. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഇത്യാദി മൂർത്തികൾ ഉണ്ടെങ്കിലും ശരി, നമ്മുടെ കുടുംബത്തിലും ഓരോരുത്തരുടെ കുടുംബത്തിലും ഇവരെ വെച്ച് പൂജിക്കാവുന്ന അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടാൻ പറ്റാവുന്ന തരത്തിലുള്ളതായ വഴികള് ഉണ്ട്. അപ്പൊ അത് കുടുംബത്തിൽ തറ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. ചിലർ വീടിന്റെ പൂജാമുറിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വിളക്ക് കാണിച്ചിട്ട് ജപം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. എങ്കിലും ഈ ചെയ്യുന്നതായ കർമ്മങ്ങളെ കൊണ്ട് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ.